ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഫ്ലവർ ആണ്. ഇനി ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു സാറ്റിൻ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ഒരു 5 ഇഞ്ച് വീതിയിലാണ് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ 6-7 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കുഞ്ഞു ഫ്ലവറാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി കുറച്ചിട്ട് ഒരു 3 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ നീളം ഞാൻ 43.5 ഇഞ്ച് ഉള്ളത് അത് അങ്ങനെ തന്നെ എടുക്കുകയാണ്. ഒരുപാട് പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്തെടുത്ത പീസിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. അതിനുശേഷം മുകളിൽ ഒരു 1/4 ഇഞ്ചും സൈഡിൽ ഒരു 1/4 ഇഞ്ചും വിട്ടിട്ട് ചീത്തവശത്തോടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം. തയ്യൽ മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിനെ നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ മറിച്ചിട്ട് എടുക്കാനായിട്ട് ഒരു പെൻസിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ മറിച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സൂചിയിൽ നൂലും കൂടി കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഇഴയായിട്ടാണ് ഞാൻ നൂല് കോർത്തിട്ട് എടുത്തിട്ടുള്ളത്. ഈ എൻഡിങ് സ്റ്റിച്ച് ചെയ്യാത്ത സൈഡിലെ അത് ഇതുപോലെ ഒരു 2-3 തവണ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം ആദ്യമേ തന്നെ. അതിനുശേഷം ഈ തുണി ഇതുപോലെ ബാക്ക് സൈഡിലോട്ടായിട്ട് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ചുരുട്ടി എടുക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുന്ന് ബാക്ക് സൈഡിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചുരുട്ടുക. നമ്മൾ എടുത്തിരിക്കുന്ന തുണി തീരുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക.
അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നേരത്തെ മിഷൻ വെച്ചിട്ട് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ പെറ്റൽസിന് മുഴുവനായിട്ടും സ്റ്റിച്ച് വരുന്നത് പോലെ ഇതുപോലെ ഇവിടുന്ന് ഒന്ന് സൂചി കുത്തിയിട്ട് ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ട് സൂചി കുത്തിയെടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് പുറമേക്ക് കാണാൻ പാടില്ല, ആ രീതിയിലായിട്ട് വേണം സൂചി കുത്തിയെടുക്കാനായിട്ട്. ഇനി ഇവിടുന്ന് താഴത്തേക്കും അതേപോലെ തന്നെ ഒന്ന് സൂചി കുത്തിയെടുക്കാം. ഈ സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും താഴെ ഇതുപോലെ ഉള്ളതൊന്നും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി റോസ് ഫ്ലവർ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഒരു 2-3 തവണ ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതേപോലെ തന്നെ ചെയ്തെടുത്തതാണ് ഞാൻ ഈ യെല്ലോ ഫ്ലവറും. ഈ ചെറിയ ഫ്ലവർ ഞാൻ ജോർജറ്റ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തതാണ്. ഓരോ തുണിയിൽ ചെയ്യുമ്പോഴും ഓരോ രീതിയിലായിരിക്കും നമുക്ക് ഈ റോസ് ഫ്ലവേഴ്സ് കിട്ടുക. കാണാനായിട്ട് നല്ല ഭംഗിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. Thank you for watching.